ഇഡി കൊച്ചി സോണൽ ഓഫീസിന് കനത്ത സുരക്ഷ ഏർപ്പെടുത്തുന്നു. 50 CISF ഉദ്യോഗസ്ഥരെയാണ് ഡൽഹി ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചി ഓഫീസിന്റെ സുരക്ഷയ്ക്കായി അനുവദിച്ചിരിക്കുന്നത്. കടവന്ത്രയിലെ പുതിയ ബഹുനില മന്ദിരത്തിലേക്ക് ഓഫീസ് പ്രവർത്തനം മാറ്റുന്നതോടെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തും. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, പറയൂ. രോഹിണി, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇ ഡി നടത്തിയതോടെയാണ് ഏറ്റവും പ്രധാനമായും ഇ ഡി ഉദ്യോഗസ്ഥർക്കും മറ്റും ഒരു ഭീഷണി ഉണ്ടായി തുടങ്ങുന്നത്. അതിനുശേഷം CPM നേതാക്കളിലേക്കും ചില കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളിലേക്കുമൊക്കെ പല വിധത്തിലുള്ള അന്വേഷണങ്ങൾ എത്തിച്ചേർന്നതോടെ ഇതൊരു രാഷ്ട്രീയ പകപോക്കലിലൂടെ ഇ ഡിക്ക് നേരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, യൂത്ത് കോൺഗ്രസിൻ്റെ DYFIയുടെ ഒക്കെ മാർച്ച് ഇ ഡി ഓഫീസിൻ്റെ അകത്തളം വരെ എത്തുന്നതായ ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇ ഡി ഓഫീസുകൾക്ക് കൂടുതൽ സുരക്ഷ ഒരുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടെ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൊച്ചിയിലെ ഇ ഡി ഓഫീസിൻ്റെ സുരക്ഷയ്ക്കായി 50 CISF ഉദ്യോഗസ്ഥരെ അനുവദിച്ചിരിക്കുന്നത്. അത് ഇപ്പോഴത്തെ ഓഫീസിൽ അതിനുള്ള ഒരു സ്ഥലപരിമിതികൾ ഉള്ളതിനാൽ കടവന്ത്രയിലേക്ക് ഓഫീസ് മാറിയതിന് ശേഷമാവും ഈ CISF ഉദ്യോഗസ്ഥർ എത്തുക. ഇപ്പോഴും നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള സമരമോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണിയോ ഉണ്ടായാൽ അവിടെ CISF ഉദ്യോഗസ്ഥർ എത്താറുണ്ട്. എന്നാൽ അത് സ്ഥിരമായി ഒരു സംവിധാനമായി മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള റെയ്ഡും മറ്റും നടത്തുമ്പോഴും CISFൻ്റെ കൂടി ഒരു സുരക്ഷാ വലയം ഇവർക്ക് ഉണ്ടാവണം എന്ന ഒരു കാഴ്ചപ്പാട് കൂടിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനുള്ളത്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇ ഡി ഓഫീസുകൾക്ക് ശക്തമായ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി കൊച്ചിയിലെ ഇ ഡി ഓഫീസിനായി 50 ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നത്. രോഹിണി, ശരി. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.